Hello guys, അപ്പോൾ today is day 4 of documenting my life. Successfully 4 days നമ്മൾ വീഡിയോസ് ഇട്ടു. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് പഠിച്ചിട്ടുണ്ടോ? എന്താ ഇത്ര ഒരുങ്ങി? അല്ല, അത് ഞാൻ അമ്പലത്തിൽ പോകണമായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നതേ ഉള്ളൂ. ഇനി എനിക്ക് വീണ്ടും അമ്പലത്തിൽ പോകണം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കാം, കാണാനും ഭംഗിയുണ്ടല്ലോ ഓർത്തു. അപ്പോൾ ഇന്നലെ എൻ്റെ ഡാൻസ് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും റീല് കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് ഇതുണ്ട്, കളറും കാര്യങ്ങളൊക്കെ. പണ്ടിങ്ങനെ കളറൊക്കെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഗമയായിരുന്നു. നമ്മൾ ഡാൻസ് കളിച്ചിട്ടതൊക്കെ ചിലപ്പോൾ നന്നായിട്ട് കഴുകാതൊക്കെ പോകും. എന്താ എല്ലാവരും അറിയട്ടെ എന്നുള്ള രീതിയൊക്കെ. അത് പുറത്തൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡാൻസ് നല്ലതായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ സ്റ്റേജ് കയറിയപ്പോൾ ശേഷം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആ ഡാൻസ് തുടങ്ങുന്നതിന് കുറച്ച് മുന്നുള്ള ഞാൻ ആ വീഡിയോക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് എനിക്ക് പകുതി ബോധമില്ല ആ സമയത്ത്. അതുപോലെ എനിക്ക് ഇരുവരിക്കായിരുന്നു. സ്റ്റേജ് കയറി കുറേ തെറ്റിച്ചു. പിന്നെ ഒറ്റയ്ക്കുള്ള ഡാൻസ് ആയതുകൊണ്ട് ആർക്കും മനസ്സിലായില്ല. പക്ഷെ മനസ്സിലായതുകൊണ്ട് ഒരു സ്ഥലത്ത് മാത്രം ഞാൻ ഇങ്ങനെ അയ്യോ തെറ്റിയില്ല എന്നുള്ളൊരു രീതിയിലൊരു എക്സ്പ്രഷനൊക്കെ വന്നു. ബാക്കിയൊക്കെ ചിരിച്ചുകൊണ്ട് ഞാനങ്ങ് തെറ്റിച്ചു. അങ്ങനെ 1-2 സ്ഥലത്ത് കൊറിയോഗ്രാഫിയിൽ ഇല്ലാത്ത സാധനം ഞാൻ ഓൺ ദ സ്പോട്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കേണ്ടി വന്നു. അങ്ങനെ സംഭവം ഫുൾ മാനേജ് ചെയ്തു, കളിച്ചു, സന്തോഷം. കുറച്ച് നല്ല റെസ്പോൺസുകളൊക്കെ കിട്ടി. പിന്നെ കുറേ നല്ല ഫോട്ടോസ് കിട്ടി, അതുണ്ട്. പിന്നെ എനിക്ക് അവരൊരു സാധനമൊക്കെ തന്നെ അത് കാണിക്കാൻ വേണ്ടി. ലാസ്യ എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ പടമൊക്കെയാണ്, നിങ്ങൾക്ക് തിരിഞ്ഞായിരിക്കും കാണുന്നില്ലേ, ഫ്രണ്ട് ക്യാമറ എടുക്കുന്നു. പക്ഷെ ഇതുണ്ട്, സാധനമൊക്കെ കിട്ടി, സന്തോഷമായി. പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ചു, നല്ല രസമുണ്ട് കാണാൻ, ഫുൾ വീഡിയോ ഇടുക. ഞാൻ ഫുൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യും. ഫുൾ വീഡിയോ ചിലപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഇട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു പോർഷൻ ഞാൻ ഇടും. പിന്നെ ബാക്കി ഞാൻ യൂട്യൂബിൽ ഫുൾ വീഡിയോ എന്തായാലും എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ കിട്ടിക്കഴിയുമ്പോഴത്തേനും ഞാൻ പോസ്റ്റ് ചെയ്യണമെന്നാണ് ഓർക്കുന്നത്. ഓഫ്കോഴ്സ് ഞാൻ പോസ്റ്റ് ചെയ്യും. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം പത്താൾ അറിയണമല്ലോ, അറിയിക്കണമല്ലോ, അതാണല്ലോ. എന്നോടിപ്പം എനിക്ക് വെളിയിലിറങ്ങാൻ പറ്റത്തില്ല. ഞാൻ അമ്പലത്തിലൊക്കെ പോയാൽ ഒരു 5 പേരെങ്കിലും ഒരു ദിവസം എന്നോട് ചോദിക്കും, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും, ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇടാനായിരിക്കും. വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി നാട്ടുകാരല്ല. പക്ഷെ അവര് കുറെ പേരൊക്കെ നല്ല പറയും കേട്ടോ, ഇന്ന് വീഡിയോ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇന്നൊരു സ്റ്റോറി കണ്ടില്ലല്ലോ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുഴപ്പമില്ല. അത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ എന്നും ഇങ്ങനെ വന്ന് കഥ പറയുന്ന പോലെയാണ് ഓരോ കാര്യങ്ങൾ.